വെൽക്കം ബാക്ക് ടു Onevestor. ഒരു കോമൺ യൂസർ ക്വയറി ആണ് ഇപ്പോൾ എന്തുകൊണ്ടാണ് മാർക്കറ്റ് ക്രാഷ് ചെയ്യുന്നതെന്ന്. അപ്പം അതിന് നിങ്ങൾ മീഡിയ വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ന്യൂസ് നോക്കുമ്പോഴത്തേക്കും പല ആൻസേഴ്സ് കാണാം. അതായത് ബഡ്ജറ്റിൻ്റെ പ്രശ്നമാണ്, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വിത്ഡ്രോ ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണ്, അല്ലെ കമ്പനിയുടെ എല്ലാ പ്രൈസ് എല്ലാം എക്സ്പെൻസീവ് വാല്യുവേഷനാണ്, അതിൻ്റെയാണ് ഇതെല്ലാം പറഞ്ഞ് കുറേ ന്യൂസ് കാണാം. പക്ഷേ എനിക്കിപ്പം അതിൻ്റെ ഒറ്റ ആൻസറേ എനിക്ക് അതിൻ്റെ അത് പറയാനുള്ളൂ. അതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, സ്റ്റോക്സിന് ഡിമാൻഡ് കുറവാണ്, സപ്ലൈ കൂടുതലാണ്. അതായത് കൂടുതൽ ആൾക്കാർ സ്റ്റോക്സ് വിൽക്കുകയാണ് വാങ്ങിക്കുന്നതിനേക്കാളും. അതാണ് സ്റ്റോക്ക് പ്രൈസ് ക്രാഷ് ചെയ്യാനുള്ള കാരണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം മറ്റൊന്നുമല്ല, ഒരു സ്റ്റോക്കിൻ്റെ ഷോർട്ട് ടേം പെർഫോമൻസ് എന്ന് പറയുന്നത് ആ കമ്പനിയുടെ ഗ്രോത്ത് പ്രോസ്പെക്ട്സോ അല്ലെങ്കിൽ ഫ്യൂച്ചറോ അല്ലെങ്കിൽ ബിസിനസ്സോ അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ ഇതൊന്നും അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒരു സ്റ്റോക്കിൻ്റെ ഷോർട്ട് ടേം മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ പ്യുവർ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. അതായത് ലിക്വിഡിറ്റിയാണ്. അതിപ്പം ഒരു സ്റ്റോക്കിന് കൂടുതൽ സെല്ലേഴ്സാണ് ബയേഴ്സിനേക്കാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് താഴോട്ട് പോകും. അതായത് കൂടുതൽ ബയേഴ്സാണ് അതിനുള്ള സെല്ലേഴ്സിനേക്കാളും കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അത് മേലോട്ടും പോകും. അതായത് ഇത് തന്നെയാണ് ഒരു സ്റ്റോക്ക് താഴോട്ടും മേലോട്ടും പോകാനുള്ള റീസൺ എന്ന് പറയുന്നത് ഷോർട്ട് ടേമിൽ. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് കഫേ കോഫിയുടെ ഷെയർ എന്ന് പറയുന്നത്. ആ സ്റ്റോക്ക് എന്തുകൊണ്ടാണ് ഓരോ ദിവസവും ഡൗൺ സർക്യൂട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? അതായത് അത് ബൈ ചെയ്യാൻ ആൾക്കാരില്ല, കാരണം അതിൻ്റെ ഫ്യൂച്ചർ ഇപ്പം അൺസർട്ടൺ ആണ്. അതുപോലെ തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റ്സിൻ്റെ കാര്യമാണെങ്കിലും. മാർക്കറ്റ് താഴോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ കൂടുതൽ സെല്ലേഴ്സ് ഉണ്ട്, ബയേഴ്സ് കുറവാണ്. അതിപ്പം എന്തുകൊണ്ട് ബയേഴ്സ് ഇല്ലയെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് കൂടുതലാണെന്ന് തന്നെ വേണം പറയാൻ. അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ഇപ്പം എല്ലാം ഡൗൺ ആണെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഓട്ടോ സെയിൽസ് ഇപ്പം കുറവാണെന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ സഡൻലി ഇതിൻ്റെ എല്ലാം പ്രൈസ് താഴോട്ട് വരുവാണെങ്കിൽ നമ്മളെല്ലാവരും പോയി വാങ്ങിക്കത്തില്ലേ? അതുപോലെ തന്നെയാണ് സ്റ്റോക്സിൻ്റെയും കാര്യം. ഡിമാൻഡ് ഇല്ലെങ്കിൽ സ്റ്റോക്ക് പ്രൈസ് താഴോട്ട് തന്നെ പോകത്തുള്ളൂ, ഡിമാൻഡ് ഉള്ളപ്പോൾ അത് കയറുകയും ചെയ്യും. ഇത് തന്നെയാണ് സ്റ്റോക്ക് പ്രൈസിന് സംഭവിക്കുന്നത്. ഞാൻ ഈ തന്ന ആൻസർ തെറ്റാണെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക, നമുക്കതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം.